Okay, let's start. 27th question. Let A and B be two machines that make balls. Consider the following statement and the question that follows. Statement 1. Machine A produces X balls in 5 minutes. Okay. Statement 2. Machine A and B together produce X balls in 2 minutes. Okay. The question is, how much time does B alone take to make X balls? ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റിന്റെ എന്താ പറഞ്ഞ എക്ക് എടുക്കുന്ന സമയം തന്നിട്ടുണ്ട്, A+B സമയം തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചാണ് ബി തന്നെ എത്ര സമയം കൊണ്ട് എടുക്കുന്നതാണ്. എക്സ് ബോൾസ് ഉണ്ടാക്കാൻ ബി തന്നെ എടുക്കുന്നത്. ഈ ക്വസ്റ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് ഒരു വർക്ക് ഓൺ ടൈമിന്റെ ക്വസ്റ്റൻ ആണെന്ന് അറിയാലോ. അപ്പം ഇതിനകത്ത് തന്നെ ഈ ക്വസ്റ്റിനകത്ത് കണ്ട് തന്നെ ഇത് സോൾവ് ചെയ്യാതെ തന്നെ ആൻസർ കിട്ടുമോ? കാരണം ഇത് കറക്റ്റ് എത്ര സമയം എടുക്കുന്നു ചോദിച്ചിട്ടില്ലല്ലോ. ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് 1 വെച്ച് മാത്രം ചെയ്യാൻ പറ്റുമോ, അതോ സ്റ്റേറ്റ്മെന്റ് 2 വെച്ച് മാത്രം ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നല്ല ട്രൈ ചെയ്യണ്ടേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. ഇത് സോൾവ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വർക്ക് ഓൺ ടൈം പ്രോബ്ലം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലോജിക്ക് വെച്ച് ആൻസർ ചെയ്യാവോ? ഏത് ചെയ്യണം? കാരണം ബിയുടെ സമയം കണ്ടുപിടിക്കണം. എയുടെ സമയം മാത്രം വെച്ചുകൊണ്ട് ബിയുടെ സമയം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 തന്നെയായിട്ട് ബി എത്ര സമയം എടുക്കുമെന്ന് പറ്റില്ല. അപ്പൊ ബാക്കി ഓപ്ഷൻ ഏതൊക്കെയാ? ഓപ്ഷൻ എ, സ്റ്റേറ്റ്മെന്റ് 1 alone ഈ സഫിഷ്യന്റ്. ഇത് പറ്റത്തില്ല, ഓപ്ഷൻ എ പറ്റത്തില്ല അല്ലെ. അടുത്ത് സ്റ്റേറ്റ്മെന്റ് 1 വിട്ടേക്ക്. അടുത്ത സ്റ്റേറ്റ്മെന്റ് 2, എയും ബിയും ഒരുമിച്ച് 2 മിനിറ്റിൽ തുടങ്ങുമെന്ന് പറഞ്ഞു. അത് സ്റ്റേറ്റ്മെന്റ് 2 വെച്ച് തന്നെയും ആൻസറിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം ഇതിനകത്ത് എ വന്നാലേ ഉള്ളൂ, എയുടെ അറിഞ്ഞാലും മാത്രമേ ഉള്ളൂ നമുക്ക് അതിനകത്ത് ബി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 alone ഈ സഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ തെറ്റല്ലേ. ഇനി അടുത്ത ഏതാണ്? ബോത്ത് സ്റ്റേറ്റ്മെന്റ് ടുഗദർ cannot answer the question. അതാണോ ഇല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന 1 and 2 are necessary to answer the question അല്ലെ. അപ്പം ഇതില് നിങ്ങളോട് ഇപ്പൊ പറഞ്ഞു, അതായത് മെഷീൻ എ പ്രൊഡ്യൂസ് എക്സ് ബോൾസ് ഇൻ 5 minutes. നമ്മൾ എങ്ങനെ എഴുതാം? ഇതൊക്കെ എ 5 മിനിറ്റില് എന്തെടുത്തു? എക്സ് ബോൾസ് ഉണ്ടായി അല്ലെ. അങ്ങനെയാണെങ്കിൽ എയുടെ 1 മിനിറ്റ് എന്തായിരിക്കും? എ 1 മിനിറ്റിൽ എത്ര ഇതെടുക്കും? 1 മിനിറ്റ് എത്ര ബോൾസ് ഉണ്ടാക്കും? x/5 അല്ലേ. x/5 അല്ലേ തന്നെ. ഇതുപോലെ തന്നെ അടുത്ത വന്നേക്കണത് A+B എക്സ് ബോൾസ് 2 മിനിറ്റ്സിൽ എടുത്തു. അതായത് എങ്ങനെ എഴുതാം? A+B 2 മിനിറ്റ്സിൽ എക്സ് ബോൾസ് ഉണ്ടാക്കിയെങ്കിൽ 1 മിനിറ്റിൽ എത്ര ബോൾസ് ഉണ്ടാക്കും? x/2 അല്ല തന്നെ. A+B x/2 ബോൾസ് 1 മിനിറ്റിൽ എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബി ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ മേലേ. ഇതിനകത്ത് നിന്ന് ബി = എങ്ങനെ എഴുതാം? അതായത് ഈ ഒരു ഇക്വേഷനകത്ത് തന്നെ ഈ 2 ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ബി കണ്ടുപിടിക്കാൻ എന്താ? ഇതിനകത്ത് എ ഉണ്ട്, ഇതിനകത്ത് എ ഉണ്ട്, എ കളയണം അല്ലെ. അപ്പൊ ബി = എങ്ങനെ എഴുതാം? A+B മൈനസ് എ എന്ന് എഴുതിയാ പോരെ. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും? അതിനകത്ത് കിട്ടും A+B എത്രയാ? x/2 മൈനസ് മറ്റേ x/5 എത്ര കിട്ടും? ഇത് 3x/10 അല്ലെ. ക്രോസ് മൾട്ടിപ്ലൈ 5x മൈനസ് 2x 3x 3 താഴെ 2 × 5 10. അപ്പം ബി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? ബി = 3x/10 എന്ന് കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ബി 1 മിനിറ്റിൽ എടുക്കുന്ന ഇതാണ് അല്ലെ. ബി 1 മിനിറ്റിൽ എത്ര ബോൾസ് ഉണ്ടാക്കും? 3x/10 ബോൾസ് ഉണ്ടാക്കും. അപ്പൊ ചോദിച്ചാൽ എന്താണ്? ഹൗ മച്ച് ടൈം ഡസ് ബി അലോൺ ടേക്ക് ടു മേക്ക് എക്സ് ബോൾസ്? അതപ്പോ എങ്ങനെ കിട്ടും? നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചായിരുന്നു. അതായത് നമ്മൾ നമ്പർ ഓഫ് ഡേയ്സിനെ പഠിച്ചേ അല്ലെ. അവിടെ ടൈം ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ടൈമല്ല കണ്ടുപിടിക്കും ചോദിച്ചാൽ. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സിന്റെ n × ബീസ് 1 days വർക്ക് അങ്ങനെയല്ലേ പഠിച്ചേ. ഇവിടെ എന്നിന് വരെ എന്ത് കൊടുക്കാം? ടൈം ടി ഉപയോഗിക്കാന്ന് ചോദിച്ചു. അപ്പം ടി × ബിയുടെ 1 day വർക്ക് എത്രയാ? 3x/10. 3x/10 = ടോട്ടൽ വർക്ക് എത്രയാ? എക്സ് ബോൾസ് ഉണ്ടാക്കണ്ടേ അല്ലേ. നമ്മുടെ ഇക്വേഷൻ നമ്പർ ഓഫ് ഡേയ്സ് × ബീസ് 1 day വർക്ക് = ടോട്ടൽ വർക്ക്. ഇവിടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എക്സ് ബോൾസ് ഉണ്ടാക്കണ്ടേ അല്ലേ. അപ്പം 1 day 3x/10 ബോൾസ് ഉണ്ടാക്കും. അല്ല 1 day അല്ല, ഇവിടെ വരേണ്ട മിനിറ്റ് ആണ്. 1 മിനിറ്റില് മിനിറ്റ്സിലല്ല നേക്കണേ. അപ്പൊ 1 മിനിറ്റില് 3x/10
ബോൾസ് ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം ടി എത്ര കണ്ടുപിടിക്കും? ഇങ്ങനെ ലിക്വിഡ് ടി ഇൻറ്റു 1 മിനിറ്റില് 3x/10 എടുക്കും ഈസിക്കൽ ടു എക്സ് എടുക്കും. ഇതിനകത്ത് എക്സ് കട്ട് ചെയ്ത് കളയാലോ. അപ്പൊ ടി ഈസിക്കൽ ടു എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? സി ഈസിക്കൽ ടു 10/3 മിനിറ്റ്സ് എടുക്കും അല്ലെ? ഇതാണ് ആൻസർ. അപ്പം നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ബി എത്ര ടൈം എടുക്കുന്നു കണ്ടുപിടിക്കാൻ മേലെ. അപ്പൊ ഓപ്ഷൻ ഏതാ ഇതിനകത്ത് കറക്റ്റ് ഏതാ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ശരിക്കും ഈ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ആ ടൈം വർക്ക് എന്ന് പറഞ്ഞ സാധനം ചെയ്യുന്ന അറിയാമെങ്കിൽ എന്ത് പറയാം, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എസെൻഷ്യൽ ആണെന്ന് പറയാം അല്ലെ, കണ്ടുപിടിക്കണമെങ്കിൽ. അല്ലാണ്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നേരെ തന്നെ ബോത്ത് 1 and 2 ആർ നെസസറി ടു ആൻസർ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് കൊടുത്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എങ്ങനെയാ വന്നേ എന്തൊക്കെയാന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമേ ഇട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത സെയിം തന്നെ വർക്ക് ആൻഡ് ടൈം തന്നെ അല്ലേ? 31ാമത്തെ ക്വസ്റ്റ്യൻ വർക്ക് ആൻഡ് ടൈം തന്നെ. എത്ര തന്നെ? എ ബി സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് in 20, 30 and 60 days respectively. In how many days can A do the work if he is assisted by B and C on every third day? ചോദ്യം ചെയ്തായിരുന്നോ? കിട്ടിയില്ല? കിട്ടി. എങ്ങനെ ചെയ്യണേ? അതായത് തന്നേക്കുന്ന ഏതൊക്കെയാ? എ ബി ആൻഡ് സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20, 30, 60 ഡേയ്സ് എന്നത്. അതായത് എയുടെ ഒരു ദിവസത്തെ എന്ന് പറയുന്നത് 1/20, അടുത്ത ബിയുടെ 1/30, സിയുടെ 1/60. ഒന്നെങ്കിൽ ഈ രീതി ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാമല്ലേ, അതാണ് എളുപ്പമുണ്ട്. എഫിഷ്യൻസി മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, അതായത് ഈ മൂന്നെണ്ണത്തിന്റെ ഡേയ്സ് വന്നിട്ടില്ലേ 20, 30, 60, ഇതിന്റെ LCM എടുക്കുക. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാ? 60 എടുക്കാമല്ലേ എല്ലാത്തിന്റെയും ഒരു കോമൺ മൾട്ടിപ്പിൾ. അതായത് മൊത്തം 60 യൂണിറ്റ്, 60 എന്ന് പറഞ്ഞാൽ മൊത്തം 60 യൂണിറ്റ് വർക്ക് ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്ന 60 എന്ന് പറയുന്നത് 60 യൂണിറ്റ് വർക്ക് മൊത്തം കോമൺ ആയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും എടുക്കുന്ന ഡേയ്സ് ആണ്. അതായത് എ എത്ര ദിവസം എടുക്കും? 20 ദിവസം എടുക്കും. അപ്പം എയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 20 യൂണിറ്റ് വർക്ക് 20 ദിവസം കൊണ്ട് ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം എത്ര യൂണിറ്റ് വർക്ക് എടുക്കും? വർക്ക് ചെയ്യാൻ പറ്റും? 60/20 അല്ലേ? അത് എത്രയാ? 3 അല്ലേ? അപ്പം 3 യൂണിറ്റ് വർക്ക് എ ഒരു ദിവസം ചെയ്തു തീർക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ അല്ലേ 20 ദിവസം കൊണ്ട് 60 യൂണിറ്റ് വർക്ക് എത്തത്തുള്ളൂ. മനസ്സിലായോ? അതായത് 3 കിട്ടിയത് എവിടെന്നാ? 60 എയുടെ മൊത്തം ടോട്ടൽ ഡേയ്സ് 60/20, 3 യൂണിറ്റ് വർക്ക് എടുക്കും. ഇനി അടുത്ത ഇതാണ് എഫിഷ്യൻസി. അതായത് ഒരു ദിവസം 3 യൂണിറ്റ് വർക്ക് ചെയ്തു. അടുത്ത ബിക്ക് ആണെങ്കിൽ ബി എത്ര ദിവസം എടുക്കും? 30 ദിവസം എടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടാവും? 2 യൂണിറ്റ് അല്ലേ? അടുത്ത സി ആണെങ്കിലോ 60 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടാവും? 1 അല്ലേ? ഇത് എവിടെ നിന്ന് കിട്ടിയെന്നറിയോ? 60/20, 3, 60/30, 2 കിട്ടി, 60/60 തന്നെയാണ് സിയുടെ തന്നെ 1 കിട്ടി. അതായത് ഇതാണ് ഓരോരുത്തരും ഓരോ ദിവസം ചെയ്യുന്നത്. അത് ഓക്കെ അല്ലേ? ഇനി അടുത്തത് പറഞ്ഞേക്കണ എന്താണ്? എ എത്ര ദിവസം കൊണ്ട് എ ചെയ്ത് തീർക്കുമെന്നാണ് ചോദിച്ചേ. അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ബിയും സിയും എന്ന് മാത്രമേ ഉള്ളൂ. എവറി തേർഡ് ഡേ, എല്ലാം 3-ാമത്തെ ദിവസം വന്ന് ചെയ്യും. അതായത് 1-ാമത്തെ ദിവസം ആര് മാത്രമേ ഉള്ളൂ? എ മാത്രമേ ഉള്ളൂ. 2-ാമത്തെ ദിവസവും എ മാത്രമേ ഉള്ളൂ. 3-ാമത്തെ ദിവസം ആരൊക്കെയുണ്ട്? എ പ്ലസ് ബി പ്ലസ് സി ഉണ്ട്. 3 പേരും ഉണ്ട് അല്ലെ? ആദ്യത്തെ ദിവസം എ എത്ര യൂണിറ്റാ? 3 യൂണിറ്റ് അല്ലേ? 1-ാമത്തെ ദിവസം 3 യൂണിറ്റ് തീർന്നു. 2-ാമത്തെ ദിവസം 3 യൂണിറ്റ് തീർന്നു. 3-ാമത്തെ ദിവസം ആയപ്പോ ഇവരുടെ 3 പേരുടെയും കൂട്ടണ്ടേ? അതായത് 3 + 2 5 + 6 6 യൂണിറ്റ് വർക്ക് തേർഡ് ഡേ മാത്രം ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ 3-ാമത്തെ ദിവസം എത്ര യൂണിറ്റ് പോകുന്നുണ്ട്? 6 യൂണിറ്റ് വർക്ക് അല്ലേ 3-ാമത്തെ ദിവസം തീരുന്നേ. അതായത് ആദ്യത്തെ ദിവസം 3 യൂണിറ്റ് എ മാത്രമുള്ളായിരുന്നു. 2-ാമത്തെ ദിവസം എ മാത്രമേ ഉള്ളൂ, 3 യൂണിറ്റ് തന്നെ. 3-ാമത്തെ ദിവസം എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് വർക്ക് ചെയ്യാൻ. അപ്പൊ മൊത്തം 6 യൂണിറ്റ് വർക്ക് 3 ദിവസം തീർന്നു. നമ്മൾ ഈ 3 ദിവസം ഓരോ പെയറായിട്ട് അങ്ങ് എടുക്കുക. അതാണ് ഈ ചോദ്യം എളുപ്പം. 3 ദിവസവും ഒരു പെയറായിട്ട് എടുക്കുക. അപ്പൊ ഈ 3 ദിവസം കൊണ്ട് എത്ര യൂണിറ്റ് വർക്ക് ടോട്ടൽ തീർന്നു? 3 + 6 എത്രയായി? 12 അല്ലേ? 12 യൂണിറ്റ് തീർന്നു 3 ദിവസം കൊണ്ട്. മൊത്തം എത്ര യൂണിറ്റ് ഉണ്ട്? 60 യൂണിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 60/12 എത്ര കിട്ടും? 5 അല്ലേ? അതായത് 5 പെയർ, അതായത് ഇതൊരു പെയറായിട്ട് എടുക്കുകയാണെങ്കിൽ 5 പെയർ ഉണ്ടെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ആവും. ഒരു പെയറിനകത്ത് എത്ര ദിവസം ഉണ്ട്? 3 ദിവസം.
അല്ലെ? 3 ഡേയ്സിനല്ലേ നമ്മൾ ഒരു പെയറായിട്ട് എടുത്തേ. ഒരു പെയറിന് 12 യൂണിറ്റ് വർക്ക് തീരുകയും ചെയ്യും. മൊത്തം 5 പേർ വർക്ക് ചെയ്യുവാണെങ്കിൽ 5 പേർ വർക്ക് കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആവും. അതാണ് 60/12 നമുക്ക് 5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡേയ്സ് എത്രയായിരിക്കും? 5 × 3 ചെയ്യണ്ടേ അല്ലെ? 5 × 3 എത്ര കിട്ടും? 15. ആൻസർ തന്നെ ഏതാ? ഓപ്ഷൻ ബി 15 ആണ് ആൻസർ തന്നെ. മനസ്സിലായോ? ഓക്കെ, ഇതാണ് അടുത്ത വർക്ക് ആൻഡ് ടൈമിന്റെ റൂള്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത് 39. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെൻസ് ആൻഡ് യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദ സീക്വൻസ് 1 × 2 × 3 × 4 അങ്ങനെ 199 വരെ പോകുന്നുണ്ട്. ഓക്കെ, ഓപ്ഷനകത്ത് ഏതൊക്കെയാണ്? 1, 5, 9, നൺ ഓഫ് ദി അബവ്. ഇതെങ്ങനെ ചെയ്യുന്നത്? അതായത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 10 ആൻഡ് യൂണിറ്റ് ഡിജിറ്റ്. അതായത് ഇതൊരു വലിയ സംഖ്യ നമുക്ക് എത്ര കിട്ടി? സപ്പോസ് എക്സ് വൈ ഇസഡ് എത്രയാണ് ഇടും? ഒരു 4 എത്രയാണ് സംഖ്യ കിട്ടി. ചോദിച്ചത് ഈ അവസാനത്തെ 2 അക്കയില്ലേ, അതല്ലേ ചോദിച്ചാണ്. ടെൻസിന്റെയും യൂണിറ്റ് ഡിജിറ്റിന്റെയും ഡിഫറൻസ് എത്രയാന്ന് ചോദിച്ചാണ്. ചോദ്യത്തല്ലേ ചോദിച്ചാണ്. ചോദ്യം മനസ്സിലായോ? നിങ്ങൾക്ക് ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 1 × 2 × 3 × അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവാണ്. ഇതിനകത്ത് ഡിഫറൻസ് ടെൻസിന്റെയും യൂണിറ്റ് ഡിജിറ്റിന്റെയും ഡിഫറൻസ്, ഈ സീക്വൻസ് ലാസ്റ്റ് ഒരു എക്സ്പ്രഷൻ കിട്ടുമല്ലോ, ആൻസർ കിട്ടുമല്ലോ. അതിനകത്ത് ടെൻസിന്റെയും യൂണിറ്റ് ഡിജിറ്റിന്റെയും ഡിഫറൻസ് എത്രയാന്ന് ചോദിച്ചാണ്. അതായത് ഒരു വലിയ സംഖ്യ നിങ്ങൾ സപ്പോസ് എ ബി സി ഡി ഇ, ഓക്കെ, ഇതാണ് ആ ഒരു 5 അക്ക സംഖ്യ 6 അക്ക സംഖ്യ എത്രയാണ് കിട്ടിയെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ചോദ്യം എന്താ? അവസാനത്തെ ഈ 2 അക്കയില്ലേ, അതായത് യൂണിറ്റ് ഡിജിറ്റും 10 ഡിജിറ്റും, അതായത് ഇവിടെയാണെങ്കിൽ ഡിയും ഇയും, ഈ ഡിയും ഇയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? അതായത് ചോദിച്ചാണ് ഡി മൈനസ് സി, ഇത് എത്രയാന്ന് ചോദിച്ചാണ്. 1 ആണോ 5 ആണോ 9 ആണോ അതോ ഇതിനകത്ത് ഇല്ലാന്നാണോ? എങ്ങനെയായിരിക്കും? എങ്ങനെയാ കണ്ടുപിടിക്കുന്നതാ? ഏതായാലും നിങ്ങൾക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സിമ്പിൾ മെത്തേഡ് കാണുമല്ലോ. എന്തായിരിക്കും ഒരു ലോജിക്ക്? പഠിച്ചു തന്നെയാ. ഏതാ തന്നെ? അതായത് നമ്പർ ഓഫ് സീറോസ് പഠിച്ചിട്ടില്ല. നമ്പർ ഓഫ് സീറോസിനകത്ത് എന്താ പറഞ്ഞേ? എത്ര സീറോസ് ഉണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2ന്റെയും 5ന്റെയും പെയർ നോക്കണം. ഇതിനകത്ത് എത്രയാ? ഒരു 5ന് എത്ര നമ്പർ ഓഫ് 5s, അതായത് കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പം ഇതിനകത്ത് 0, നമ്പർ ഓഫ് 0 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 5 മാത്രം കണ്ടുപിടിച്ചാൽ പോരെ, 2 കണ്ടുപിടിക്കണ്ടല്ലോ. കാരണം 2 ഒബിയസ്ലി ലാർജ് ആയിരിക്കും, 5 ആയിരിക്കും ലിമിറ്റിംഗ് ഫാക്ടർ, കുറവായിരിക്കും. 2 × 5 പെയർ വന്നാൽ മാത്രമേ ഇവിടെ 0 വരത്തുള്ളൂ. ഇവിടെ എത്ര 5 വേണം? നിങ്ങളിത് മൊത്തം ചെയ്തു പോകുന്ന നോക്കുകയൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതായത് ഇവിടെ ഒരു 5 ഉണ്ട് അല്ലെ, ഇവിടെ തന്നെ ഒരു 5 വന്നു. അടുത്ത് 10 വരാൻ നേരത്ത് ഒരു 5 വരികയല്ലേ. 15 വരാൻ നേരത്ത് അടുത്തൊരു 5 വരുന്നുണ്ട്. പിന്നെ 20 വരാൻ നേരത്തുണ്ട്. 25 വരാൻ നേരത്ത് 2 5 വരുന്നുണ്ട് അല്ലേ. ഇപ്പൊ തന്നെ ഒരു 25 വരെ എടുക്കാൻ നേരത്ത് തന്നെ എത്ര 5 വരുന്നുണ്ട്? 1 2 3 4 6, 6 5 വരുന്നുണ്ട്. ഇത്ര തന്നെ 2 കാണുമായിരിക്കുമല്ലോ അവിടെ. അപ്പൊ 2 × 5 എത്ര പെയർ ഫോം ചെയ്യാൻ പറ്റും? എത്ര 2 × 5 പെയർ ചെയ്യാൻ പറ്റും? 6 പെയർ ഫോം ചെയ്യാൻ പറ്റും. എപ്പോ വരെ? 25 വരെ ഞാൻ എടുത്തിട്ടുള്ളൂ, 199 വരെ പോയിട്ടില്ല, 25 വരെ പോയിട്ടുള്ളൂ. അപ്പൊ തന്നെ 2 × 5ന്റെ 6 പെയർ ഫോം ചെയ്യാൻ പറ്റും. അതായത് എത്രയാണ്? ആ ഒരു സീക്വൻസിന്റെ ലാസ്റ്റ് 6 0 ഉണ്ടെന്നല്ലേ തന്നെ. 25 വരെ എടുത്തപ്പോ തന്നെ ആ സീക്വൻസിന്റെ ലാസ്റ്റ് 6 0 ഉണ്ടെന്ന് മനസ്സിലായി. ഈ 199 വരെ പോകുന്ന നേരത്ത് എത്ര സീറോസ് കാണും? ഇഷ്ടം പോലെ കാണുമായിരിക്കും. നമ്പർ ഓഫ് 5s എടുത്താൽ മതി. ഇപ്പൊ ഇതിനകത്ത് തന്നെ മനസ്സിലാവും ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എന്തായിരിക്കും? അപ്പം 0 തന്നെ ആയിരിക്കില്ലേ. അപ്പം ഈ ഒരു എക്സ്പ്രഷന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്മളെ ഡിഫറൻസ് എത്രയായിരിക്കും? 0 ഇതിനകത്ത് തന്നിട്ടുണ്ടോ? 0 ഓപ്ഷനകത്ത് ഇട്ടില്ല. അപ്പൊ ഏതായിരിക്കും? നൺ ഓഫ് ദി അബവ്. കാരണം ഇതിനകത്ത് ലാസ്റ്റ് വരുന്ന 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും. യൂണിറ്റ് ഡിജിറ്റും ടെൻസും എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. കാരണം മൾട്ടിപ്ലിക്കേഷൻ ആണ്. അല്ലെങ്കിൽ പിന്നെ വേറൊരു ഇത് അറിയത്തില്ലെങ്കിൽ പോലും വേറൊരു ലോജിക്ക് നോക്കിയായി. അതായത് ഈ ഒരു മൾട്ടിപ്ലിക്കേഷനകത്ത് 100 ഇൻക്ലൂഡഡ് അല്ലേ? ഏതൊരു സംഖ്യേനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്തും അവസാനത്തെ 2 0 ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യണേ. അപ്പൊ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എങ്ങനെയായാലും 0 അല്ലേ വരത്തുള്ളൂ അല്ലേ. നിങ്ങൾക്ക് ഇത് നമ്പർ ഓഫ് സീറോസ് അറിയത്തില്ലെങ്കിൽ പോലും ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫുൾ ഒന്ന് നോക്കി. 50 ഉണ്ട്, 10 വരുന്നുണ്ട്, 100 വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ എങ്ങനെ പോയാലും ലാസ്റ്റ് ഡിജിറ്റ് 2 0 മിനിമം എങ്ങനെയാലും വരും. സിമ്പിൾ ആയിട്ട് അതും ആലോചിക്കാമല്ലേ. അപ്പം ടെൻസും യൂണിറ്റ് നമ്മൾ ഡിഫറൻസ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ?
അടുത്ത ക്വസ്റ്റ്യൻ 46. ഇത് ചെയ്താണോ? 46 0.4181818 can be written in the form P by Q. Choose the correct option from below. ഇതെങ്ങനെ ചെയ്യണേ? ചെയ്താണോ? ആൻസർ കറക്റ്റ് ആക്കിയോ? ആരും ചെയ്തില്ല? കറക്റ്റ് ആക്കി? തെറ്റിപ്പോയി. ചെയ്തത് തെറ്റിച്ചു. ഓക്കെ. സോ 46 ക്വസ്റ്റ്യൻ പറയുന്നത് 0.4181818 can be written in the form P by Q. Choose the correct option from the below. ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? ഇതിനകത്ത് നമുക്ക് കണ്ടു, അതായത് 181818 ആണ് എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കാം ഇതിനെ? ഫസ്റ്റ് നമുക്ക് ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എന്തെടുക്കാം? തന്നിരിക്കുന്ന സംഖ്യ അത് എത്രയാ? 0.4181818 ഇങ്ങനെയല്ലേ പോണേ? ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യും? 10x എടുക്കും. 10x എത്ര വരുമ്പോൾ എന്ത് വരും? 4.181818 4.18 റിപ്പീറ്റിംഗ് അല്ലേ? പിന്നെ ഇവിടെ 181818 റിപ്പീറ്റിംഗ് അല്ലേ? അല്ലേ? ഓക്കെ. അപ്പം ഇവിടെ എത്ര ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത്? 2 ഡിജിറ്റ് അല്ലേ? 1ഉം 8ഉം അല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ? 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? എക്സിന് 100x എടുക്കും. 100x എടുക്കാൻ നേരത്തെ എത്ര കിട്ടും? 100 പോട്ടെ, 1000x എടുക്കും. ഓൾറെഡി 10x എടുത്തല്ലോ. ഓക്കെ, ഓൾറെഡി നിങ്ങൾ 10x എടുത്തു. 2 ഡിജിറ്റ് നമുക്ക് വേണ്ടത് ഈ 2 ഡിജിറ്റ് ഇപ്പുറത്ത് മാറി കുത്തു തന്നെ അല്ലേ? അപ്പൊ എത്ര എടുക്കണം? 100x എടുക്കണം. സോറി, 1000x എടുക്കും. 1000x എടുക്കാൻ നേരത്തെ എത്ര കിട്ടും? 418 ഡോട്ട് പിന്നെ 18. അതാണ് റിപ്പീറ്റ് ചെയ്ത് പോവാണ്. 181818 റിപ്പീറ്റ് ചെയ്ത് പോവാണ്. അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് ഇതോ ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3 ഇത് ഏതൊക്കെ തമ്മിലായിരിക്കും മൈനസ് ചെയ്യുന്നത്? നമുക്ക് ഇതിനകത്തുനിന്ന് എക്സ് കണ്ടുപിടിക്കണം. അപ്പം ഇക്വേഷൻ 3ന്ന് 2 കുറയ്ക്കും അല്ലേ? ഇത് എന്തിനാ ചെയ്യുന്നത്? എന്തിനാ? നമുക്ക് ഈ പാർട്ട് കട്ടായി പോണം. ഈ 180 എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന സംഭവമില്ലേ, അത് കട്ടായി പോണം. ഇവിടെ 4.18 ഉണ്ട്, ഇവിടെ 418.18 ഉണ്ട്. ഈ 180 കട്ടായി പോണം. അപ്പൊ ആ രീതിയിൽ കട്ടായി പോകാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ? 3 - 2 അല്ലേ ചെയ്യണ്ടേ? അപ്പൊ ഇക്വേഷൻ 3 - 2 ചെയ്യും. 2 ചെയ്യാൻ നേരത്തെ എത്ര കിട്ടും നമുക്ക്? 418.18 മൈനസ് എന്ത് ചെയ്യാം? 4.18. 180 പിന്നെ റിപ്പീറ്റിംഗ് ആണ്. ഇതിനകത്തുനിന്ന് ഇത് കട്ടായി കളയാമല്ലേ? ഇപ്പൊ എത്ര കിട്ടും? 414 കിട്ടി. എത്രയാണ്? ഒരു സൈഡ് റൈറ്റ് സൈഡ് 414 കിട്ടി. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ എന്താ വന്നേ? 1000x മൈനസ് 10x അല്ലേ? ലെഫ്റ്റ് സൈഡ് എന്താ വന്നേ? 1000x മൈനസ് 10x എത്ര കിട്ടും? 990x. നമുക്ക് ഇതിനകത്ത് എക്സ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 414 ഡിവൈഡ് ബൈ 990. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യമായിട്ട് എടുത്ത ഏതാണ്? തന്നിരിക്കുന്ന ഇതല്ലേ സീക്വൻസിൽ എടുത്തേ. 0.4181818 നമ്മൾ എക്സ് ആയിട്ട് എടുത്താണ്. ആ എക്സ് ആണ് നമുക്ക് ഏത് ഫോമിൽ കിട്ടിയേ? പി ബൈ ക്യൂ ഫോമിൽ ഇവിടെ കിട്ടിയാണ്. അതായത് 414 ഡിവൈഡ് ബൈ 990. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നേരത്ത് ഇതിനകത്ത് ഏതാ വരുന്നത് നോക്കിയാൽ മതി. തെറ്റിപ്പോയോ? ഇതിനകത്ത് ഏതാ സിംപ്ലിഫൈ ചെയ്യുന്നത്? വരാൻ നേരത്തെ ഏതായിരിക്കും എന്നെ? ഡിവൈഡ് ചെയ്യാൻ നോക്ക്. ഫസ്റ്റ് 2 കൊണ്ടോ 3 കൊണ്ടോ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? 3 കൊണ്ട് ഡിവിസിബിൾ ആകുമോ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 414 3 കൊണ്ട് ഡിവിസിബിൾ ആണോ ഇതിനകത്ത്? എത്ര തന്നെ? താഴെ 33 വരില്ലേ? മേളിലോ? 1 എത്ര ഇടേ? 138. ഓക്കെ,
പിന്നെയും ഡിവൈഡ് ചെയ്യാൻ നേരത്തെ എത്ര കിട്ടും? ഇതിനെ ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ നേരത്തെ ആൻസർ എത്ര തന്നെ ലാസ്റ്റ്? ഇതല്ലേ ഓപ്ഷൻ ഡി അല്ലേ കിട്ടിയേ? 23/55. ബാക്കി ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇതിനകത്ത് എന്തോ സിയോ ബി എങ്ങനെയാ വന്നെ? കാരണം 900 അല്ലേ, 418. ഇവിടെ സി ആണെന്ന് ഓപ്ഷൻ ബാക്കി ചെയ്തില്ല. പിന്നെ ഇതും ബിയും തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. 414 കിട്ടി, 1 കിട്ടി. അപ്പം താഴത്തെ കാൽക്കുലേഷൻ തെറ്റിപ്പോയെന്ന് വിചാരിച്ച് അത് എടുത്ത് കൊടുത്തു. അപ്പൊ ചെയ്തെങ്ങനെ മനസ്സിലായല്ലോ? ഓക്കെ, ഞാൻ അടുത്തതിലേക്ക് പോവാം. അടുത്ത 47. ഓക്കെ, 47th question. അതായത് the 3/5 of the difference of A and B. ഇത് ചെയ്തായിരുന്നോ ആൾക്കാര്? ആരും ചെയ്തില്ലേ? ചെയ്തായിരുന്നു. ആൻസർ കിട്ടി. The 3/5 of the difference of A and B is the average of 9/20 of A and 3/10 of B. Then find B as a percentage of A. Choose the correct option from below. വലിയ ചോദ്യം നിങ്ങൾക്ക് തോന്നും, പക്ഷെ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയേ. 3/5 of the difference of A and B. അപ്പം A and B ന്റെ ഡിഫറൻസ് അതിന്റെ 3/5 അല്ലേ? അതായത് 3/5 into A minus B is the average of 9/20 of A and 3/10 of B. അതായത് എയുടെ 9/20യുടെയും ബിയുടെ 3/10ന്റെയും ആവറേജ് ആണെന്നാണ്. അതായത് അത് നമ്മൾ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 2 ചെയ്യണം അല്ലേ? എന്തിനോട് ഈക്വൽ ആണ്? എങ്ങനെ എഴുതാം? അതായത് 9/20 of A plus ബിയുടെ 3/10 of B all divided by 2. ഈ ഒരു ഇക്വേഷൻ വരെ കിട്ടിയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ സോൾവ് ചെയ്തില്ല. ഇതെന്താ ചെയ്യണ്ടേ? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലേ? ഈ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാമല്ലേ? ഓക്കെ, അപ്പൊ എത്ര കിട്ടും? 6 into A minus B is equal to, ഈ 5നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ 5 അപ്പുറത്തേക്ക് എടുത്ത് 5A into 9/20 plus 5B into 3/10 എന്നല്ലേ കിട്ടിയേ? ഇവിടുന്ന് 5 ഇവിടെ എത്ര 4 വന്നു, ഇവിടുത്തെ 5 ഇത് വരുമ്പോ 2 വന്നു. എത്ര കിട്ടും? 6A minus 6B is equal to എത്ര കിട്ടി? A into 9/4 അല്ലേ, പ്ലസ് B into 3/2. കറക്റ്റ് അല്ലേ? ഞാൻ തെറ്റിയോ? ഇല്ല. ഓക്കെ, ഇനി അടുത്ത ഇതെത്ര തന്നെ? ഇതിനകത്ത് എയുടെ ടേംസ് ഒരുമിച്ചാക്കുക, ബിയുടെ ടേംസ് ഒരുമിച്ചാക്കുക. അപ്പൊ എത്ര വരും? 6A മൈനസ് എയുടെ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നു. അപ്പൊ എത്ര വരും? 9/4 A is equal to B. അതായത് 3/2 into B plus 6B. ഇത് സോൾവ് ചെയ്തേ എത്ര കിട്ടും? 4നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ. 24 മൈനസ് 9 എത്ര കിട്ടും? 24 മൈനസ് 9 എത്രയാ? 15. 15A/4 അല്ലേ? ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ഇപ്പുറത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് 2 into 6 12. 12 plus 3 15 അല്ലേ? 15B/2. ഇനി ഇത് അങ്ങോട്ട് കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? 30A is equal to എത്ര കിട്ടി? 60B അല്ലേ? ഇങ്ങനെ കിട്ടിയില്ല. 30A is equal to 60B. അതായത് A is equal to എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? A is equal to 2B കിട്ടിയോ അല്ലേ? A is equal to ഫുള്ള് സോൾവ് ചെയ്ത് വന്നപ്പം A is equal to 2B എന്ന് കിട്ടിയില്ലേ? ചോദ്യം ചോദിച്ചാണ് എന്താണ്?
ഫൈൻഡ് ബി ആസ് എ പെർസെന്റേജ് ഓഫ് എ. ബി എന്ന് പറയുന്നത് എയുടെ എത്ര പെർസെന്റേജ് എന്ന് ചോദിച്ചാണ്. എ എന്ന് പറയുന്നത് 2b ആണ്. അപ്പൊ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എയുടെ എന്തായിരിക്കും? ഇവിടെ ആദ്യം ബി കണ്ടുപിടിക്കുന്നത്. ബി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? a/2 അല്ലേ? എയുടെ പകുതി അല്ലേ ബി എന്ന് പറയാം. ഓക്കെ, അതായത് എ 100 ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 100 ആണെങ്കിൽ ബി എത്രയായിരിക്കും? 50 ആയിരിക്കില്ലേ? ഇനി ചോദിച്ചാൽ എന്താണ്? ഫൈൻഡ് ദ ബി ആസ് എ പെർസെന്റേജ് ഓഫ് എ. എയുടെ എത്ര പെർസെന്റേജാ ബി എന്നാണ്. എ 100 ആണെങ്കിൽ ബി 50 ആണ്. അത് എത്ര പെർസെന്റേജാ? പകുതി, അതായത് 50% അല്ലേ? ഇപ്പൊ ഓപ്ഷൻ ഏതാ തന്നെ? ഓപ്ഷൻ സി അതല്ല തന്നെ. അതായത് എയുടെ എത്ര പെർസെന്റേജ് ആണല്ലേ ബി ചോദിച്ചാണ്. ബി എന്ന് പറയുന്നത് എയുടെ എത്ര പെർസെന്റേജ് ആണ്, അതായത് എയുടെ പകുതിയാണ് ബി. അപ്പൊ എത്ര പെർസെന്റേജ് തന്നെ? 50% ഉള്ളൂ. എ എത്രയാണോ അതിന്റെ 50% ബി ഉള്ളൂ. എ 100 ആണെന്ന് വിചാരിച്ചു, അതിന്റെ 50% എത്രയാ? 50. 50. ആ 50 ആണ് എന്തെന്ന് പറയുന്നത്? ബി എന്ന് പറയുന്നത്. അതാണ് ആൻസർ. എത്ര? ഓപ്ഷൻ സി 50% വന്നു. ശരിയാക്കിയോ? ഈ ക്വസ്റ്റ്യൻ എളുപ്പല്ലേ? 48ാമത്തെ 48 ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നോ? ശരിയായി? 48 question. In how many ways can the letters of the word machine be arranged so that C and H never together? C and H never together. Select the correct option for the following option. ഇതിനകത്ത് നമ്മൾ C and H never together എന്ന് പറഞ്ഞാൽ പഠിച്ച ഒരു രീതിയുണ്ട്. പക്ഷെ ഇവിടെ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ അത് വെച്ചുള്ള ഓപ്ഷൻസ് അല്ല കിട്ടിയാണ്. ഇതിനകത്ത് ഇവര് ചെയ്തേക്കണ എങ്ങനെയാ? ഇതിനകത്ത് അല്ലാണ്ട് നമ്മൾ രണ്ട് രീതി ചെയ്യാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? C and H ഒരുമിച്ചുള്ളത് എടുത്തിട്ട് അതിനകത്തുനിന്ന് ടോട്ടൽ കുറയ്ക്കാം. ടോട്ടൽ കണ്ടുപിടിക്കുക. C and H ഒരുമിച്ചുള്ളത് കണ്ടുപിടിക്കുക. ടോട്ടലിൽ നിന്ന് C and H ഒരുമിച്ചുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്താ കിട്ടണേ? അവർ ഒരുമിച്ചല്ലാത്തല്ല കിട്ടണേ. ആ രീതിയാണ് ഇവിടെ ഫോളോ ചെയ്തേക്കണത്. അപ്പൊ ഇവിടെ മെഷീൻ എന്ന് പറയുന്നത് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 7 ലെറ്റർ ഉണ്ട് അല്ലെ? അപ്പൊ അത് ടോട്ടൽ എത്ര രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യാം? എത്ര ഫാക്ടോറിയലാ? 7 ഫാക്ടോറിയലാണ് എന്ത് ടോട്ടൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? കാരണം മെഷീൻ എന്ന് പറയുന്നത് MACHINE മൊത്തം 7 ഇതിൽ ആൽഫബറ്റ്സ് ഇല്ലേ? അപ്പൊ മൊത്തം 7 ഫാക്ടോറിയൽ ബേസിൽ മെഷീൻ എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നതിന്റെ അടുത്ത് C and H നെവർ ടുഗദർ ആണ് വേണ്ടത്. പക്ഷെ ചെയ്യുന്നത് എന്താണ്? C and H ഒരുമിച്ചുള്ളത് കണ്ടുപിടിക്കും. C and H ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കും, ഒരുമിച്ചുള്ളത്. അപ്പൊ C and H ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കാൻ നേരത്ത് ടോട്ടൽ പിന്നെ എത്ര വരും? MAINE പിന്നെ C and H നമ്മൾ എന്തായിട്ട് എടുത്തു? ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തു. ഇനി മൊത്തം എത്ര ഫാക്ടർ? ഇത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? മൊത്തം എത്ര വേർഡ്സ് ആയിട്ടോ? ഇതൊന്ന്, 2, ഇവിടെ 3, 4, 5. ഇത് എത്ര? ഒറ്റ യൂണിറ്റ് എടുക്കാം. അപ്പൊ മൊത്തം എത്രയാ? 6. ഇനി 6 യൂണിറ്റ്സേ ഉള്ളൂ അല്ലെ? അപ്പൊ ഇതിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 6 ഫാക്ടോറിയൽ വേസിൽ ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഈ സിയും എച്ചിനെയും തമ്മിൽ അറേഞ്ച് ചെയ്യാമല്ലേ? C അതിമരം H രണ്ടാമത് വരാം, അല്ലെങ്കിൽ H അതിമരം C രണ്ടാമത് വരാം അല്ലെ? അതിന്റെ ഒരു ഇന്റേണൽ റീ അറേഞ്ച്മെന്റ് ഇല്ലേ? അത് എത്ര രീതി ചെയ്യാൻ പറ്റും? 2 ഫാക്ടോറിയൽ. അപ്പൊ മൊത്തം ഇത് എത്രയാ? 6 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ്. ഇതെന്ന് പറയുന്നത് ഇപ്പൊ കണ്ടുപിടിച്ച എന്തിന്റെയാ? സിയും എച്ചും ഒരുമിച്ച് വരുന്നത്. സിയും എച്ചും ഒരുമിച്ച് വരുന്നത് 6 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ C and H നെവർ ടുഗദർ ആണ് അല്ലെ? അപ്പൊ അത് എന്താ? ടോട്ടലിന്ന് T മൈനസ് ഈ C and H ഒരുമിച്ചുള്ളത് കണ്ടുപിടിച്ച മൈനസ് ചെയ്താ പോരെ? ടോട്ടൽ എത്രയാ വന്നെ? 7 ഫാക്ടോറിയൽ. മൈനസ് ചെയ്തത് എന്താ? ഇത് ഇവര് തമ്മിൽ ഒരുമിച്ചുള്ളത് മൈനസ് ചെയ്ത് 6 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ് മൈനസ് ചെയ്യുന്നത്. അത് എത്ര? അപ്പൊ ആൻസർ ഏത് തന്നെ? ഓപ്ഷൻ എ 7 ഫാക്ടോറിയൽ മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ. അതാണ് ആൻസർ തന്നെ. ഈ 2 ഫാക്ടോറിയൽ വന്നത് ഇവിടെ ഇത് 6 ആയിട്ടല്ല അറേഞ്ച് ചെയ്തേ. അതായത് M1, A2, I3, 4, 5, 6. ഈ C and H നെ നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തേ. C and H നെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എടുത്തേ. ഇതിന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ഒന്നെങ്കിൽ C ആദ്യം എഴുതാം, H രണ്ടാമത് എഴുതാം, അല്ലെങ്കിൽ H ആദ്യം എഴുതാം, C രണ്ടാമത് എഴുതാം. അങ്ങനെ 2 ഓപ്ഷൻ ഇല്ലേ? അതായത് C and H നെ അതിന്റെ അകത്ത് ഇന്റേണൽ റീ അറേഞ്ച്മെന്റ് എന്ന് പറയും. ഇതിനകത്ത് എത്ര വേർഡ്സ് ഉണ്ട്? C ഉണ്ട്, H ഉണ്ട്, 2 വേർഡ്സ് ഉണ്ട്. അപ്പൊ അതിനെത്ര ഇതിനകത്ത് തന്നെ ഈ ഒരു ബോക്സിനകത്ത് തന്നെ ഇരുന്ന് എത്ര പ്രാവശ്യമായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും? 2 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ആ 2 ഫാക്ടോറിയൽ ആണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തത്.
ഇനിയിപ്പം ഇതിന് പകരം 3 വേർഡ്സ് ഒരുമിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിനകത്ത് തന്നെ ACH ഈ 3 ഞാൻ ഒരുമിച്ച് എടുത്തു. അപ്പൊ മൊത്തം ബാക്കി നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും ഇതിനെ? അതായത് സപ്പോസ് ഞാൻ ഇതിനകത്ത് നിന്ന് ACH എനിക്ക് ഒരുമിച്ച് എടുക്കണമെങ്കിൽ നമ്മൾ ബാക്കി ഏതൊക്കെയാ തന്നെ? പിന്നെ M ഉണ്ട്, ACH പോയി, പിന്നെ INE, പിന്നെ ഇത് ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കും അല്ലെ? അപ്പൊ മൊത്തം എത്ര ഉണ്ട്? 1 2 3 4, ഇതൊരു യൂണിറ്റ്, 5 യൂണിറ്റ്, മൊത്തം ടോട്ടൽ 5 രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതിന് നമ്മൾ എന്ത് ചെയ്യും? 5 ഫാക്ടോറിയൽ. പിന്നെ ഈ ACH എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിനകത്ത് 3 വേർഡ്സ് ഇല്ലേ, ഇതിനെ 3 ആയിട്ട് റീഅറേഞ്ച് ചെയ്യാമല്ലേ? ഇതിനകത്തുള്ള ഇന്റേണൽ റീഅറേഞ്ച്മെന്റ് അത് എത്ര രീതി ചെയ്യാൻ പറ്റും? 3 ഫാക്ടോറിയൽ ബേസ്. അപ്പൊ നമ്മൾ മൊത്തം ഏതാണ്? 5 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് പറയും. ഇങ്ങനെയാണ് ഇതിന്റെ വരുന്നത്. അപ്പൊ ഇതിനകത്ത് ആൻസർ കിട്ടിയത് മനസ്സിലായല്ലോ? 7 ഫാക്ടോറിയൽ മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഫാക്ടോറിയൽ. ഓക്കെ. Gallant IAS, chasing your passion to ace.